ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് islampadhashala.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. صدق الله العلي العظيم. صدق وبلغ رسوله الكريم. نحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയന്ന് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തഖ്വയുള്ള ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആധുനിക മനുഷ്യൻ്റെ ജീവിതം തിരക്ക് പിടിച്ച ജീവിതമാണ്. എവിടെ ചെന്നാലും എല്ലാവരും വലിയ തിരക്കിലാണ് ഇപ്പോൾ. ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. പട്ടണങ്ങളിലേക്ക് ചെന്നാൽ അവിടുത്തെ നഗരവീഥികളിൽ, അവിടുത്തെ റോഡുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ എല്ലായിടത്തും എന്തൊക്കെയോ ആലോചിച്ച് ചിന്തിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന, അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്
ഇവരിങ്ങനെ ഓടുന്നത്? എന്താലോചിച്ചാണ് മനുഷ്യനിങ്ങനെ പ്രയാണം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണ് എന്നായിരിക്കും അതിൻ്റെ മറുപടി. എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഓടുകയാണ്. പക്ഷേ ഈ ജീവിതം എന്ന് പറയുന്നത് അടുത്ത നിമിഷം നിലനിൽക്കുമെന്ന് യാതൊരു ഉറപ്പും ഇല്ലാത്ത, ഏത് നിമിഷവും കെട്ടുപോകാവുന്ന, അണഞ്ഞു പോകാവുന്ന നൈമിഷികമായ ഒരു പ്രതിഭാസമാണ്. ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. നല്ല ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, വിവാഹ ജീവിതത്തിന് ശേഷം സന്താനങ്ങൾ ഉണ്ടാകണം, മക്കളെ വളർത്തി വലിയവരാക്കണം, നല്ല ഒരു വീട് പണിയണം, ആ വീടിനകത്ത് ഭാര്യാസന്താനങ്ങളോടൊത്ത് സമാധാനത്തോടെ ജീവിക്കണം. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ പേറി നടക്കുന്നവരാണ് മനുഷ്യരല്ല. പക്ഷെ നമ്മുടെ സ്വപ്നങ്ങൾ, നാം കൊണ്ടു നടക്കുന്ന ഈ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന, സഫലീകരിക്കപ്പെടുന്ന ആ ദിവസത്തിലേക്ക്, ആ ഒരു നിമിഷത്തിലേക്ക് നമ്മുടെ ആയുസ് എത്തും എന്ന ഒരു ഉറപ്പ് നമുക്കാർക്കും ഉണ്ടാകേണ്ടതില്ല. കാരണം ജീവിതം വെറും നൈമിഷം. നാം ഇപ്പോൾ അനുഭവിക്കുന്നത് മാത്രമാണ് ജീവിതം. ഇവിടെ നിന്ന് അങ്ങോട്ട് നാളെ എന്ത് എന്നത് നമ്മുടെ കയ്യിലല്ല. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒന്നിനു വേണ്ടി മനുഷ്യൻ ഇങ്ങനെ ഓടുന്നത് സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ഒരു യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ടാണ്. ആ യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത്. നാം ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മരണത്തെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് സമയമില്ല. ജീവിച്ചിരിക്കുന്നവരുടെ വാർത്തകൾ നമുക്ക് സമ്മാനിക്കുന്ന വാർത്താ പത്രങ്ങൾ മരിച്ചവർക്ക് വേണ്ടി ഒരു പേജ് മാറ്റിവെച്ചിട്ടുണ്ട്. ആ ചരമ പേജ് എടുത്ത് മറിക്കുമ്പോൾ മരണത്തിന്റെ ഒരുപാട് വാർത്തകൾ നമ്മൾ വായിക്കാറുണ്ട്. ഒരുപാട് മനുഷ്യരെ പലയിടത്തു നിന്നും മരണം പിടിച്ചുകൊണ്ടുപോയ വർത്തമാനങ്ങൾ, വാർത്തകൾ. കുറച്ചു മുമ്പ് ഒരു വാർത്ത ഇങ്ങനെയായിരുന്നു: വിവാഹം ഉറപ്പിച്ച വരൻ വിവാഹം ക്ഷണിച്ച് മടങ്ങിവരവേ ബൈക്ക് അപകടത്തിൽ മരിച്ചു. തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമായ വിവാഹം ഉറപ്പിക്കപ്പെട്ട് ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തന്റെ ആത്മസുഹൃത്തുക്കളെ, അവരുടെ കുടുംബത്തെ ക്ഷണിക്കാൻ പോയ ചെറുപ്പക്കാരൻ, നിങ്ങളെല്ലാവരും വരണം, കുടുംബസമേതം നേരത്തെ തന്നെ നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നേക്കണം എന്നെല്ലാം പറഞ്ഞ് തന്റെ അടുത്ത സുഹൃത്തുക്കളെ വിവാഹത്തിന് ക്ഷണിച്ച് തിരിച്ച് തന്റെ വീട്ടിലേക്ക് വാഹനത്തിൽ പുറപ്പെട്ട ആ ചെറുപ്പക്കാരൻ. പക്ഷേ മരണം അവനെ വഴിയിൽ കാത്തു നിൽക്കുകയായിരുന്നു. അവർ വിളിച്ചവരൊക്കെ, അവൻ ആരെയെല്ലാം വിളിച്ചോ അവരൊക്കെ തന്നെയും അവന്റെ ക്ഷണം സ്വീകരിച്ചതുപോലെ തന്നെ എത്തിച്ചേർന്നു. എല്ലാവരും നേരത്തെ തന്നെ എത്തി, കുടുംബസമേതം എല്ലാവരും എത്തി. പക്ഷേ മണവാളനായി അവനെ യാത്രയക്കാൻ വേണ്ടിയായിരുന്നില്ല, അവനാകുന്ന മയ്യത്തിനെ യാത്രയക്കാനായിരുന്നു അവരെല്ലാം എത്തിച്ചേർന്നത്. വന്നവരെല്ലാം ചേർന്ന് അവനെ കുളിപ്പിച്ചു, അവരവന് സുഗന്ധം പൂശി, ഏറ്റവും വൃത്തിയുള്ള ഒരു പുതുവസ്ത്രം അവരവനെ അണിയിക്കുകയും ചെയ്തു. പക്ഷേ അത് കല്യാണപ്പുടവയായിരുന്നില്ല. 3 കെട്ടുകെട്ടി മയ്യത്തിനെ പൊതിയുന്ന കഫത്തുണിയിലാണ് അവർ അവനെ പൊതിഞ്ഞത്. ആ കഫത്തുണിയാണ് അവർ അവന് കൊടുത്തത്. എല്ലാവരും ചേർന്ന് അവനെ യാത്രയാക്കി. അവന്റെ ഭാവി വധുവിന്റെ പേരൊട്ടിച്ച, അവന്റെയും പേര് ചേർത്ത
അലങ്കരിച്ച വാഹനത്തിൽ ആയിരുന്നില്ല. മരപ്പലകയിൽ പണിത മയ്യിത്ത് കട്ടിലിൽ, ശവമഞ്ചത്തിലാണ് അവരെല്ലാവരും ചേർന്ന് അവനെ യാത്രയാക്കിയത്. അവന് ഉറങ്ങുവാനും അവനെ വിശ്രമിക്കുവാനും അവർ പണിതുകൊടുത്തു. അവരൊരു സങ്കേതം ഒരുക്കി കൊടുത്തു. അത് മണിയറയായിരുന്നില്ല. 6 അടി മണ്ണിലാണ് അവൻ അന്ത്യവിശ്രമം കൊള്ളുവാൻ വേണ്ടി അവർ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തത്. അപ്പൊ ജീവിതത്തിൽ തന്റെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത്, തന്റെ ആഗ്രഹങ്ങൾ പേറി നിമിഷങ്ങൾക്ക് മുമ്പ് വരെ ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ, ഒരുപാട് സ്വപ്നങ്ങൾ പേറി ഈ ഭൂമിയിൽ, ഈ മണ്ണിന് മീതെ നടന്ന ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ തന്റെ ആഗ്രഹങ്ങളോടൊപ്പം അവൻ മണ്ണിൽ കബറടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ അറിയണം, ഒരു മനുഷ്യനെ നമ്മൾ കബറടക്കം ചെയ്യുമ്പോൾ നമ്മൾ കേവലം ഒരു മയ്യിത്തിനെ മാത്രമല്ല കുഴിച്ചു മൂടുന്നത്. ആ മയ്യിത്തിനൊപ്പം കുറെ ആഗ്രഹങ്ങളെ കൂടി നമ്മൾ മണ്ണിട്ട് മൂടുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളെയും ഒരുപാട് മോഹങ്ങളെ കൂടി ആ മനുഷ്യനോടൊപ്പം ഖബറിൽ മണ്ണിട്ട് മൂടിയിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. തമൂജു ദീദാദുസ്സറാഫി അക്ബുദിൻ കാനത്ത് തമൂജു ബിഹൽ മനാവ തമൂറു. തിരമാലകൾ പോലെ ആഗ്രഹങ്ങൾ അലതല്ലിയിരുന്ന, കടലിലെ തിരമാലകൾ പോലെ ആഗ്രഹങ്ങൾ ഇളകിമറിഞ്ഞിരുന്ന അവന്റെ കരൾ, ആ കരൾ ഇപ്പോൾ മണ്ണിലെ പുഴുക്കൾ അതിൽ കിടന്ന് ഇളകിമറിയുകയാണ്. പക്ഷേ ദുനിയാവിനെക്കുറിച്ചുള്ള ചിന്തയാൽ, ഈ ഓട്ടത്താൽ മരണത്തെക്കുറിച്ചും ശരീരത്തിന്റെ ഈ അവസ്ഥയെക്കുറിച്ചും ഖബറിനെക്കുറിച്ചുമൊക്കെ ആലോചിക്കാൻ നമുക്ക് നേരമില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ സഹാബത്ത് ചോദിച്ചു, യാ നബി അല്ലാഹ്, മൻ അഖിയസുന്നാസ് അഖിയസുന്നാസി വ അഹ്സമുന്നാസ്. അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാന്മാർ? ജനങ്ങളിൽ ഏറ്റവും വിവേകമുള്ളവരും ബുദ്ധിയുള്ളവരും ആരാണ് റസൂലേ? റസൂല് പറഞ്ഞു, അക്സറുഹും ദിക്റൽ ലിൽ മൗത്ത് വ അക്സറുഹും ഇസ്തിദാദൻ ലിൽ മൗത്ത് ദഹബൂ ബിശറഫിദ് ദുനിയ വ കറാമത്തിൽ ആഖിറ. ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാന്മാർ അക്സറുഹും ദിക്റൽ ലിൽ മൗത്ത്, മരണത്തെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുന്നവരാണ്. മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും വസ്തിദാദൻ ലിൽ മൗത്ത്, മരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ തയ്യാറെടുക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ബുദ്ധിമാന്മാർ. എന്നിട്ട് റസൂൽ പറഞ്ഞു, ശറഫൂബി റഹബൂബി ഷറഫി ദുനിയ, ദുനിയാവിന്റെ മാന്യത അവർ കൊണ്ടുപോയി, വ കറാമത്തിൽ ആഖിറ, ആഖിറത്തിന്റെ ഓഹരിയും അവർ കൊണ്ടുപോയി. അവര് ദുനിയാവിലും മാന്യത കൈവരിച്ചു, ദുനിയാവിലും പടച്ചവൻ അവർക്ക് അനുഗ്രഹം കൊടുത്തു. റഹബൂബി ഷറഫി ദുനിയ, ദുനിയാവിന്റെ ഷറഫ്, ദുനിയാവിന്റെ മഹത്വം അവർക്ക് കിട്ടി, ആഖിറത്തിന്റെ ശ്രേഷ്ഠതയും അവർക്ക് കിട്ടി. തങ്ങളുടെ ബുദ്ധി കൊണ്ട് അള്ള കൊടുത്ത ദുനിയാവും അനുഭവിച്ചവരാണ് പരലോകവും വിജയം കൈവരിച്ച ആളുകൾ. എന്റെ സമുദായത്തിൽ അല്ലെങ്കിൽ ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാന്മാർ അവരാണ്, മരണത്തെക്കുറിച്ച് ഏറ്റവും ഓർക്കുന്നവർ എന്നാണ്. ഒരു മനുഷ്യന്റെ ബുദ്ധിയുടെ ലക്ഷണം, അവന് വിവേകമുണ്ട് എന്നതിന്റെ ലക്ഷണം, അവൻ മരണത്തിന് വേണ്ടി ശാശ്വതമായ ആ അനശ്വരമായ ആ പരലോക ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരിക്കൽ റസൂല് പറഞ്ഞു, അക്സിറു ദിക്റൽ മൗത്ത് ഫമാ മിൻ അബ്ദിൻ അക്സറ മിൻ ദിക്രിഹി ഇല്ലാ അഹിയല്ലാഹു കൽബഹു വ ഹവ്വന അലൈഹിൽ മൗത്ത്. നിങ്ങൾ മരണത്തെക്കുറിച്ച് കൂടുതൽ ഓർത്തുകൊണ്ടിരിക്കൂ. ആരെങ്കിലും മരണത്തെക്കുറിച്ച് കൂടുതൽ ഓർത്തുകൊണ്ടിരുന്നാൽ അള്ളാഹു അവന്റെ കൽബിന്, അവന്റെ ഹൃദയത്തിന് അള്ളാഹു പ്രകാശം നൽകുകയും
നാളെ മരണം സത്യമായും ആസന്നമാകുമ്പോൾ ആ മരണത്തെ അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യും എന്നാണ്. നിങ്ങൾ മരണത്തെക്കുറിച്ച് ഓർക്കൂ. നിങ്ങളുടെ കൽബ് പ്രകാശിക്കും, നിങ്ങളുടെ ഹൃദയം ഈമാനിക ചൈതന്യം കൊണ്ട് പ്രകാശിക്കും. അതിനേക്കാൾ ഉപരി നാളെ മരണം നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ വളരെ നിസ്സാരമാക്കി ആ മരണത്തെ അല്ലാഹു തആല നിങ്ങൾക്ക് തോന്നിപ്പിക്കും. ഹവ്വന അലൈഹിൽ മൗത്ത്, മരണത്തെ നിസ്സാരമായി അവൻ കാണും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വലിയൊരു സന്ദേശമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമുക്ക് നൽകുന്നത്. എന്തുകൊണ്ടാണ് എല്ലാവരും മരണത്തെ പേടിക്കുന്നത്? എന്തുകൊണ്ടാണ് മരണത്തെ എല്ലാവരും ഭീതിയോടെ കാണുന്നത്? ചില രോഗങ്ങൾ വരുമ്പോഴേക്കും ആകെ അസ്വസ്ഥരായി മരണത്തെ എല്ലാവരും ഭയപ്പെടുകയാണ്. മരണത്തെ ഭയപ്പെടാതിരിക്കാൻ വല്ല വഴിയും ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ ഭീതിയുടെ കാരണം? ജീവിതത്തിന്റെ നല്ല നാളുകളിൽ മരണത്തെക്കുറിച്ച് ഒന്നും ആലോചിക്കാതെ, മരണത്തെക്കുറിച്ച് അല്പം പോലും മൃത്യുവിചാരമില്ലാതെ ജീവിക്കുകയും ദുനിയാവിന്റെ മാത്രം സ്വപ്നങ്ങൾ പേര് നടക്കുകയും അവസാനം മരണത്തിന്റെ അടയാളവുമായി, മരണത്തിന്റെ വർത്തമാനവുമായി, മരണത്തിന്റെ സന്ദേശവുമായി ഒരു രോഗം പിടിപെടുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിപത്ത് അവന് വന്ന് പതിക്കുമ്പോൾ അവനതാ അങ്ങേയറ്റം അസ്വസ്ഥനായി മാറുന്നു, ഭീതിയുള്ളവനായി മാറുന്നു. എല്ലാം നഷ്ടപ്പെടുന്നല്ലോ എന്ന ബോധം അവൻ അങ്ങേയറ്റത്തെ ഭീതിയിലേക്ക് തള്ളുകയാണ്. അതേസമയം അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ജീവിതത്തിന്റെ നല്ല നാളുകളിൽ തന്നെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തിരുന്നുവെങ്കിൽ, അങ്ങനെയാണല്ലോ, ഏതൊരു സംഗതിയെക്കുറിച്ച് നേരത്തെ തന്നെ ഓർത്തു വച്ചിരുന്നാൽ അത് യാഥാർത്ഥ്യമായി പുലരുമ്പോൾ അത് ലഘൂകരിക്കപ്പെടും. എന്തുകൊണ്ടാണ് മരണത്തെ ഇങ്ങനെ വെപ്രാളത്തോടുകൂടി കാണേണ്ടി വരുന്നത്? മരണത്തെ മുഖാമുഖം കാണുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. നല്ല ആരോഗ്യത്തിന്റെ അവസ്ഥയിൽ അള്ളാനെ മറക്കും, മരണവും മറക്കും, ഖബറും മറക്കും. ഒന്ന് വന്നോട്ടെ ഒരു രോഗം, അപ്പൊ നേർച്ചയായി വഖഫുകളായി സകലമാന വാഗ്ദാനങ്ങളോ ലബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. പടച്ചവനെ, ഇപ്പോൾ മനസ്സിലായി, ഒന്നുകൂടി ഒരു ആയുസ് നീ നീട്ടിത്തന്നിരുന്നെങ്കിൽ എന്ന അപേക്ഷയായി. അതേസമയം നേരത്തെ മരണത്തെക്കുറിച്ച് ഓർത്തു വെച്ചിരുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവർക്ക് മരണത്തെ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കും എന്നാണ്. അതുകൊണ്ട് മരണത്തെ ഭീതിയില്ലാതെ, മരണത്തെ സമാധാനത്തോടുകൂടി കണ്ടുമുട്ടുവാനുള്ള ഒരു മാർഗമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത്. മഹാനായ ഒരു കവി പാടി, അന്തല്ലദീ വലദതക ഉമ്മുക ബാക്കിയാ ഫന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫജ്ഹത് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഹേ മനുഷ്യ, നീ ആരാണെന്ന് നിനക്കറിയോ? അന്തല്ലദീ വലദതക ഉമ്മുക ബാക്കിയ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് നീ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോ അന്ത ബാക്കിയ, നീ കരഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. നീ വാവിട്ട് കരയുകയായിരുന്നു. പക്ഷേ നീ അന്ന് കരഞ്ഞപ്പോൾ, വാവിട്ട് നിലവിളിച്ചപ്പോൾ, ഫന്നാസു ഹൗലക യൽഹഖൂന സുറൂറ, കുറെ മനുഷ്യന്മാർ നിന്റെ കട്ടിലിന് ചുറ്റും നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. നിന്റെ വാപ്പയുടെ ബന്ധുക്കൾ, ഉമ്മയുടെ ബന്ധുക്കൾ, അവരെല്ലാം നിന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയായിരുന്നു. അവർ ഓമനത്വം തുടിക്കുന്ന നിന്റെ മുഖം നോക്കി, വാപ്പാടെ മൂക്ക്, ഉമ്മാടെ കണ്ണ്, കൊച്ചാപ്പാടെ കാല്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് നിന്റെ ശരീര പ്രകൃതി സന്തോഷം പ്രകടിപ്പിച്ച് എല്ലാവരും നിന്റെ ചുറ്റും നിന്ന് ചിരിക്കുകയായിരുന്നു. പക്ഷെ നീയാകട്ടെ കരയുകയായിരുന്നു. എന്നാൽ മനുഷ്യ, നീ അറിയണം, ഫജ്ഹത് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. നാളെ ഇതേപോലെ നിന്റെ കട്ടിലിന്റെ ചുറ്റും ആളുകൾ ഒരിക്കൽ കൂടി ഇങ്ങനെ കൂടും.
അന്ന് ആ കൂടി നിൽക്കുന്നവരെല്ലാം കരയുന്നവരായിരിക്കും. അവരുടെ കണ്ണിൽ നിന്ന് ദുഃഖത്തിന്റെ കണ്ണുനീരിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. ആ സമയത്ത് അവരുടെ നടുവിൽ കട്ടിലിൽ കിടക്കുന്ന നീ അവരുടെ മുഖത്ത് നോക്കി ചിരിക്കണം. അവരുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ നിനക്ക് കഴിയണം. അവർ കരഞ്ഞോട്ടെ. അന്ന് നീ കരഞ്ഞപ്പോൾ അവർ ചിരിച്ചു. നാളെ അവർ കരയുമ്പോൾ നിനക്ക് അവരെ നോക്കി ചിരിക്കാൻ കഴിയണം. അതെങ്ങനെയാണ്? റസൂൽ പറഞ്ഞല്ലോ, സ്വർഗം കണ്ടിട്ടാണ് പിന്നെ ചിരിക്കുക. വിശ്വാസികൾക്ക് അള്ളാഹു കൊടുക്കുന്ന മഹാഭാഗ്യമാണ്. മലക്കുൽ മൗത്തിനോട് റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട്, എന്റെ ദാസനെ മരിപ്പിക്കുമ്പോ സ്വർഗത്തിലെ അവന്റെ സങ്കേതം അവനെ കാണിച്ചു കൊടുത്തിട്ട് വേണം മരിപ്പിക്കാൻ. വദ്ഖുലീ ഫീ ഇബാദി വദ്ഖുലീ ജന്നതി. എന്തിന് പിന്നെ വിശ്വാസി മരണത്തെ ഭയപ്പെടണം? അതുകൊണ്ട് കവി പറയുകയാണ്, നീ അന്ന് ചിരിക്കാൻ വേണ്ടി നീ പരിശ്രമിച്ചോളൂ എന്നാണ്. അഥവാ മരണത്തിന് വേണ്ടി നീ തയ്യാറെടുത്തുകൊള്ളൂ എന്നാണ്. പക്ഷെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചും ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ നെയ്തും നമുക്കത് ആലോചിക്കാൻ നേരമില്ലാത്ത വിധം ഭൗതിക ജീവിതത്തിന്റെ അജണ്ടകളാൽ നമ്മുടെ ജീവിതം തളക്കപ്പെട്ടിരിക്കുകയാണ്. മഹാനായ പണ്ഡിതൻ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശ്വവിഖ്യാതമായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഇഹ്യാ ഉലൂമുദ്ദീൻ, ആ ഗ്രന്ഥത്തിൽ പരലോകത്തെ മറന്ന ഒരു മനുഷ്യന്റെ ഉപമ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു യാത്രക്കാരനോടാണ് ഉപമിക്കുന്നത്. വിജനമായ ഒരു വനപ്രദേശത്തുകൂടെ ഒരു മനുഷ്യൻ ഏകനായി യാത്ര പോവുകയാണ്. അങ്ങനെ കാനന വഴിയിലൂടെ യാത്ര പോകുന്ന ആ മനുഷ്യൻ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഗർജിച്ചുകൊണ്ട് ഒരു സിംഹം അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടി വരികയാണ്. തന്നെ പിടിക്കാൻ വരുന്ന സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ ഓടി 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 ഒരു വലിയ മരച്ചുവട്ടിലെത്തുകയും എങ്ങനെയൊക്കെയോ ആ മരത്തിൽ അദ്ദേഹം അള്ളിപ്പിടിച്ച് കയറി മരത്തിന്റെ മുകളിലത്തെ ഒരു ചില്ലയിൽ അദ്ദേഹം അഭയം പ്രാപിച്ചു. സ്വസ്ഥമായി ആ ചില്ലയിൽ ഇരുന്നതിന് ശേഷം അദ്ദേഹം താഴോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, തന്നെ പിടിക്കാൻ വന്ന സിംഹം പിന്നെയും പിരിഞ്ഞു പോകാതെ ആ മരച്ചുവട്ടിൽ വാപൊളിച്ചു നിൽക്കുകയാണ്. താൻ ഇറങ്ങി വരുന്നതും കാത്ത് ഇരപിടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സിംഹം. രക്ഷപ്പെടാൻ എന്ത് വഴി എന്ന അർത്ഥത്തിൽ ചില്ലകളിൽ നിന്ന് ഊർന്നിറങ്ങി ഇപ്പുറത്തേക്ക് ചാടിയാലോ എന്ന് ആലോചിച്ച് അയാൾ പിന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ടു, താൻ കയറി നിൽക്കുന്ന ആ വൃക്ഷത്തിന്റെ അടിവേര് വളരെ അഗാധമായ ഒരു ഗർത്തത്തിൽ, ഒരു പൊട്ടക്കിണറ്റിൽ നിന്ന് പൊട്ടിമുളച്ചിട്ടുള്ള വേരുകളാണ്. അദ്ദേഹം കണ്ടു, ആ ഗർത്തത്തിനുള്ളിൽ തേളുകളും പാമ്പുകളും ഇഴജന്തുക്കളും ഇങ്ങനെ വിഹരിക്കുകയാണ്. പാമ്പും പഴുതാരകളും തേളുകളും ഇഴയുന്ന ഒരു വലിയ ഗർത്തത്തിലാണ് ഈ വൃക്ഷത്തിന്റെ വേര് പൊട്ടിമുളച്ചിട്ടുള്ളത്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അയാൾ കണ്ടു, താൻ കയറി നിൽക്കുന്ന അഭയം പ്രാപിച്ച ഈ വൃക്ഷത്തിന്റെ നാരായ വേര് ഒരുപറ്റം കറുത്ത എലികളും ഒരുപറ്റം വെളുത്ത എലികളും കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. വെളുത്ത എലികളും കറുത്ത എലികളും താൻ ഇരിക്കുന്ന വൃക്ഷത്തിന്റെ വേര് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. ഏത് നിമിഷവും ആ എലികൾ ആ വേര് അറുത്തു മുറിച്ച് തിന്നാൽ താൻ ഇരിക്കുന്ന ഈ മരം നിലത്തേക്ക് പതിയും, താൻ ആ സിംഹത്തിന്റെ പിടിയിൽ അകപ്പെടും. അസ്വസ്ഥനായി ഈ മനുഷ്യൻ ഇങ്ങനെ ആകാശത്തേക്കും കണ്ണു നട്ടിരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വായിലേക്ക് എന്തോ ഒരു മധുരമുള്ള സാധനം ഇങ്ങനെ ഇറ്റു വീണു. നല്ല രുചി. അദ്ദേഹം മേലോട്ട് നോക്കിയപ്പോൾ കണ്ടു, താൻ ഇരിക്കുന്ന കൊമ്പിന്റെ തൊട്ടു മുകളിൽ ഒരു തേനിന്റെ കൂട് കാക്കയോ മറ്റോ വന്ന് കൊത്തി അതിൽ നിന്ന് തേൻതുള്ളികൾ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ആ തേൻതുള്ളിയാണ് തന്റെ നാവിൽ വന്ന് പതിഞ്ഞിരിക്കുന്നത്.
ആ തേനിന്റെ രുചി മനസ്സിലാക്കിയ ആ മനുഷ്യൻ വീണ്ടും തന്റെ നാവ് നീട്ടി ആ തേൻകൂടിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി തേനും തന്റെ വായിലാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തേൻതുള്ളിയുടെ മാധുര്യത്തിൽ അദ്ദേഹം താനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് മറന്നു. തന്നെ പിടിക്കാൻ ഒരു സിംഹം ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നു. താൻ കയറി നിൽക്കുന്ന വൃക്ഷത്തിന്റെ വേര് എലികൾ കാർന്നു തിന്നുന്നു. ഇതൊന്നും മനസ്സിലാക്കാതെ അദ്ദേഹം ആ തേൻതുള്ളിയുടെ മാധുര്യത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. ഇമാം ഗസാലി പറയുന്നു, അദ്ദേഹം കയറി നിൽക്കുന്ന ആ വൃക്ഷം, അഭയം പ്രാപിച്ച വൃക്ഷം എന്ന് പറയുന്നത് ആയുസ്സാകുന്ന വൃക്ഷമാണ്. ആയുസ്സാകുന്ന ആ വൃക്ഷത്തിന്റെ നാരായ വേര് കറുത്ത എലികളും വെളുത്ത എലികളും തിന്നുന്നു എന്ന് പറയുന്നത് രാവും പകലും മാറിമറിയുന്ന അവസ്ഥയാണ്. രാവും പകലും ഇങ്ങനെ മാറിമറിഞ്ഞ് ആയുസ്സാകുന്ന അവന്റെ വേര് അതിന് ബലക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സിംഹത്തിന്റെ രൂപത്തിൽ അസറായിൽ എന്ന മലക്ക് അവന്റെ ആയുസ് അവസാനിക്കുന്നതും കാത്ത് അവനെ കാത്തു നിൽക്കുന്നു. അത് കഴിഞ്ഞാൽ ഇങ്ങി പിറകിൽ നരകം അവനെ കാത്തു നിൽക്കുന്നു. പക്ഷേ അസറായിൽ നിൽക്കുന്നു എന്നറിയാതെ തന്റെ ആയുസ് രാവും പകലുമായി ഇങ്ങനെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ അസറായിലിന്റെ പിടുത്തം കഴിഞ്ഞാൽ നരകമാണ് തന്നെ കാത്തിരിക്കുന്നതെന്നറിയാതെ ദുനിയാവിന്റെ ആ നൈമിഷികതയിൽ, ദുനിയാവിന്റെ ചതിച്ചരക്കുകളിൽ അവനിങ്ങനെ ഉന്മത്തനായി എല്ലാം അതിൽ ലയിച്ച് അവൻ ജീവിക്കുകയും മരണത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും ആലോചിക്കാതെ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ഇമാം ഗസാലി തന്റെ ഈ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഇതേപോലെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ ഈ തിരക്കുകൾക്കിടയിൽ മരണത്തെക്കുറിച്ച് ഓർക്കാൻ നമുക്ക് കഴിയണം. മനുഷ്യന്റെ പര്യായം തന്നെ മർത്യൻ എന്നാണ്. മർത്യൻ എന്ന് പറഞ്ഞാൽ മൃത്യു വരിക്കുന്നവൻ എന്നാണ്. മൃത്യു എന്ന് പറഞ്ഞാൽ മരണം. മൃത്യു വരിക്കുന്നവൻ, മരണം വരിക്കുന്നവൻ മനുഷ്യന്റെ പര്യായമാണത്. പക്ഷേ നിങ്ങൾ ആലോചിക്കൂ, മൃത്യു എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം ബാധകമായ ഒന്നല്ല. പക്ഷികളും മൃഗങ്ങളും എല്ലാം മൃത്യു വരിക്കുന്നവരാണ്. പക്ഷേ അവയെക്കുറിച്ച് മർത്യർ എന്ന് പറയാറില്ല. എന്താ കാരണം? ഭാഷാ പണ്ഡിതന്മാരത് പറഞ്ഞു. എല്ലാ ജീവികളും മരിക്കും, മൃഗങ്ങളും പക്ഷികളും ഒക്കെ മരിക്കും. പക്ഷേ അവക്കൊന്നിനും തന്നെ മൃത്യു വിചാരം ഇല്ല. മരണം എന്ന വാക്ക് തന്നെ അവക്കറിയില്ല. എന്താണ് മരണം? അങ്ങനെ ഒരു ആശയം തന്നെ അറിയാതെ നമ്മുടെ വീട്ടിലെ കോഴിയും പൂച്ചയും കന്നുകാലിയും ഒക്കെ മരിക്കും നമ്മളെപ്പോലെ തന്നെ. പക്ഷെ നാമും അവയും തമ്മിലെ വ്യത്യാസം എന്താണ്? നമുക്കറിയാം മരണം എന്ന ഒന്നുണ്ട്. എന്റെ ജീവിതത്തിനൊരു അവസാനം, ഒരു ഒടുക്കമുണ്ട്. ദുനിയാവിന്റെ ജീവിതത്തിന്റെ ഒരു പര്യവസാനം. എന്നാൽ നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് അതറിയില്ല. മരണത്തെക്കുറിച്ച് അവ കേട്ടിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പര്യവസാനം ഉണ്ട് എന്ന് അവക്കറിയില്ല. അവ അങ്ങനെ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് മൃത്യു വിചാരമുള്ളവൻ എന്ന അർത്ഥത്തിൽ മനുഷ്യനെ കുറിച്ച് മർത്യൻ എന്ന് പറയുന്നത്. മരണത്തെക്കുറിച്ച് ഓർക്കാനുള്ള കഴിവ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഒരു സത്യമാണത്. മരണത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് പടച്ചവന്റെ സൃഷ്ടികളിൽ, അവന്റെ ഹൽക്കുകളിൽ നമ്മൾ മാത്രമാണ്, മനുഷ്യർ മാത്രമാണ്. പക്ഷെ നാം എത്ര കണ്ട് മരണത്തെക്കുറിച്ച് ആലോചിക്കും? നമുക്കെല്ലാം മരണത്തെക്കുറിച്ച് ആലോചിക്കാൻ ഒരുപാട് സന്ദർഭങ്ങളുള്ളത്. ഒരുപാട് മയ്യത്ത് കട്ടിലിന് കൈവച്ചവരാണ് നമ്മൾ. ഒരുപാട് മയ്യത്തിനെ പിന്തുടർന്നവരാണ് നമ്മൾ. അല്ലെങ്കിൽ മുന്നിൽ നടക്കുകയോ, അതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. മയ്യത്തിന്റെ മുന്നിൽ നടക്കലാണ് ശ്രേഷ്ഠം, അല്ല മയ്യത്തിന്റെ പിന്നിൽ നടക്കലാണ് ശ്രേഷ്ഠം. അബൂ ഹനീഫയുടെ അഭിപ്രായത്തിൽ മയ്യത്തിന്റെ പിന്നിൽ നടക്കലാണ് ശ്രേഷ്ഠം എന്നാണ്. കാരണം ഇത്തിബാഉൽ ജനായിസ്, ജനാസയെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അത് പിന്നിൽ തന്നെയാണല്ലോ എന്ന വീക്ഷണത്തിൽ പിന്നിൽ നടക്കലാണ് ഉത്തമം എന്ന വീക്ഷണം പണ്ഡിതന്മാർക്കുണ്ട്. അല്ല, മുന്നിലും പിന്നിലുമായിട്ടൊക്കെ സൗകര്യമുള്ളതുപോലെ നടക്കാം, ജനാസയുടെ കൂടെ നടക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. ഇതൊക്കെ അതിന്റെ കർമ്മശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ. പക്ഷെ എന്തായാലും ഒരുപാട് മയ്യത്തുകളുടെ കൂടെ പോയിട്ടുള്ളവരാണ് നമ്മൾ.
നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇളകി ഇളകി പോകുന്ന, ഒഴുകിപ്പോകുന്ന ആ മയ്യത്ത് കട്ടിലിൽ, ആ വാഹനത്തിൽ ഒരിക്കൽ ചലനമറ്റ് ഞാനും ഇതേപോലെ കിടത്തപ്പെടുമെന്ന്. മഹാനായ ഒരു കവി, അറേബ്യൻ കവി, തന്റെ ആത്മസുഹൃത്തിന്റെ മയ്യത്ത് താൻ ജീവിക്കുന്ന തന്റെ നാട്ടിലെ താഴ്വാരത്തിന്റെ അടിഭാഗത്തുകൂടെ തന്റെ ആത്മസുഹൃത്തിന്റെ ശവമഞ്ചവും ചുമന്ന് ഇളകി ഇളകി കൊണ്ടുപോകുന്ന, ഒഴുകി ഒഴുകി പോകുന്ന, തോളുകളായി മാറിക്കൊണ്ടിരിക്കുന്ന തന്റെ സുഹൃത്തിന്റെ ശവമഞ്ചം ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോ ഒരു കവി ഇങ്ങനെ പാടുകയാണ്: മാകുന്തു അഹ്സബു ഖബ്ല നവശിക അൻ അറാ ബിറബുവത്തിൻ അലാ ഐദിർ റിജാലി തമൂറു. റബുവ എന്ന ഈ താഴ്വാരത്തുകൂടെ ഇളകി ഇളകി പോകുന്ന നിന്റെ മയ്യത്ത് കട്ടിൽ കാണുന്നതിന്റെ മുമ്പ് സുഹൃത്തെ, ഞാൻ വിചാരിച്ചിരുന്നില്ല നിന്നെ ഇങ്ങനെ കൊണ്ടുപോകപ്പെടുമെന്ന്. നാട്ടിലെ ഏറ്റവും കരുത്തനായ തന്റെ സുഹൃത്തിന്റെ മയ്യത്ത്, ആ മയ്യത്ത് കട്ടില് ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ അതിന് ഇളകി ഇളകി ഇങ്ങനെ ഒരു പോക്കുണ്ടല്ലോ. റബുവ എന്ന താഴ്വാരത്തുകൂടെ ഒഴുകിപ്പോകുന്ന നിന്റെ മയ്യത്ത് കട്ടില് കാണുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഒരു യാത്ര നിനക്കുണ്ടായിരുന്നു എന്ന്. അതുവരെ ഞാനും ഈ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല എന്നാണ്. നമ്മൾ അറിയണം, നമ്മളെല്ലാം ഇതേപോലെ ചുമക്കപ്പെടുന്നവരാണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദയുണ്ട്. അല്ലെങ്കിൽ മയ്യത്തുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളും മുസ്ലിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു പ്രാഥമികമായ മര്യാദ, ഇസ്ലാമിന്റെ അച്ചടക്കം, ഒരു മയ്യത്തിനെ വെച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ളതാണ്. സാരിഉ ബിൽ ജനാസ ഫഇൻ തകു സ്വാലിഹത്തൻ ഫഖൈറുൻ തുഖദ്ദിമൂനഹു ഇലൈഹി വഇൻ തകു സുഅൻ ദാലിക് ഫശർറുൻ തലഊനഹു അൻ റികാബിക്കും. നിങ്ങൾ മയ്യത്തിന്റെ കാര്യത്തിൽ ധൃതി കാണിക്കൂ. മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ വേഗത്തിൽ കൊണ്ടുപോകണം, വേഗം നടന്നു പോകണം എന്നാണ് മയ്യത്ത് കെട്ടിലുമായി. എന്താ കാരണം? റസൂൽ പറഞ്ഞു, ആ മയ്യത്ത് ഒരു നല്ലവനാണെങ്കിൽ, സാലിഹായ ഒരു മനുഷ്യനാണ് അതിൽ കിടക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ നന്മയിലേക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹം എത്തട്ടെ. അദ്ദേഹം അനുഭവിക്കാൻ പോകുന്ന ഖബറിലെ അനുഭൂതികൾ, സ്വർഗത്തിന്റെ സുഗന്ധം, ആ ഹൈറ് അതനുഭവിക്കുവാൻ എത്രയും വേഗം നിങ്ങൾ ആ മയ്യത്തിനെ അവിടെ എത്തിക്കൂ. അതല്ല വഇൻ തകുസു, അത് മോശപ്പെട്ടൊരു മയ്യത്താണെങ്കിൽ, ജീവിതത്തെ വികൃതമാക്കിയവനാണെങ്കിൽ അവന്റെ തിന്മ, ആ ഫശറുൻ, ആ മ്ലേച്ഛതയെ നിങ്ങളുടെ തോളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇറക്കി വെച്ചോളൂ. നിങ്ങളുടെ തോളിൽ നിന്ന്, നിങ്ങളുടെ ചുമലിൽ നിന്ന് ആ മ്ലേച്ഛതയെ, ആ അഴുക്കിനെ, ആ ഷെറിനെ എന്തിന് നിങ്ങൾ ഇതിനെ വെച്ചുകൊണ്ടിരിക്കുന്നു? എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അതിനെ ഒഴിവാക്കൂ. ഈ രണ്ടാമതൊരു ലക്ഷ്യത്തോടു കൂടിയാണ് മയ്യത്തുമായി വേഗം പോകണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നല്ലതാണെങ്കിൽ ആ നന്മ അതിനെ എത്രയും പെട്ടെന്ന് എത്തിക്കോട്ടെ. അതല്ല മോശമാണെങ്കിൽ നിങ്ങൾ എന്തിന് ഈ സാധനത്തെ ഇങ്ങനെ പേറുന്നു? പയ്യെ പയ്യെ നടന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ചുമലിൽ നിന്ന് അത് ഒഴിവാക്കൂ. പ്രിയമുള്ളവരെ, നമ്മളെയും നാളെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മയ്യത്തിന്റെ പോക്കിനും വേഗതയുണ്ടാകും. പക്ഷെ ആ വേഗതയുടെ മാനം എന്തായിരിക്കണം? നമ്മെ വേഗത്തിൽ കൊണ്ടുപോകുമ്പോൾ ആ വേഗതയുടെ മാനദണ്ഡം ഏതർത്ഥത്തിലുള്ള ഒരു വേഗത്തിലുള്ള പോക്കായിരിക്കണം അതെന്ന് നമ്മളൊക്കെ ആലോചിക്കണം. മഹാനായ ഇമാം സഹാബി വര്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രോഗം ബാധിച്ച് മരണാസന്നനായി കിടന്നപ്പോ അദ്ദേഹത്തെ സന്ദർശിച്ച മർവാൻ ഇബ്നു ഹക്കം അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു താങ്കളുടെ രോഗം ശിഫയാക്കട്ടെ, അള്ളാഹു താങ്കളുടെ രോഗം മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ, ഞാൻ നിന്നെ കാണാൻ കൊതിക്കുന്നു, നീയുമായുള്ള കൂടിക്കാഴ്ചക്ക് താമസം വരുത്തരുതേ. മരണം കാത്തു കിടക്കുന്നൊരു സഹാബി പറയുകയാണ്, പടച്ചവനെ, നിന്നെ കാണാൻ ഞാൻ കൊതിക്കുകയാണ്, നിന്നെ കാണാൻ, നീയുമായുള്ള കൂടിക്കാഴ്ചക്ക് താമസം വരുത്തല്ലേ എന്ന്. ഇങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കുവാൻ ലോകത്ത് ഇസ്ലാമിന്റെ വക്താക്കൾക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്.
ഈ പറഞ്ഞ രൂപത്തിൽ നാം മരണത്തെക്കുറിച്ച് ജീവിച്ച സമയത്ത് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ നല്ല നാളുകളിൽ തന്നെ മരണത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നാം സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങൾ, വിശുദ്ധി എല്ലാം ഉടലെടുക്കും. ആ അർത്ഥത്തിൽ മരണചിന്ത പേര് ജീവിക്കുന്ന, വിശുദ്ധ ജീവിതം നയിക്കുന്ന സ്വാലിഹ്യങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم عباد الله ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الأربعة الخلفاء الراشدين المهديين. اللهم ارض عن أمي نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحجات. طيب ثراهم وجعل الجنة مأواهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار وأدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم اشف أمراضنا يا شافي الأمراض واشف أمراضنا وأمراض والدينا يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.